ആർക്കും ടെൻഷനായി തുടങ്ങി. ഒന്നും കൂടി ഒന്ന് വീട്ടിലൊക്കെ നോക്കാന്ന് പറഞ്ഞ വീടിന്റെ അകത്തൊക്കെ എല്ലായിടത്തേക്കും നോക്കാണ്. അപ്പൊ വീടിന്റെ അകത്ത് ചൂടുകാലാവുമ്പോ പായലാണ് വീട്ടുകാർ കിടക്കാൻ. അപ്പൊ രാവിലെ ആകുമ്പോ പായ മടക്കി അൾമാരിയുടെ സൈഡിൽ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടാവും, അതിലാണ് ചുരുട്ടി വെക്കാറ്. മറ്റേ പുൽപ്പായാണ്, ചുരുട്ടി വെക്കുന്ന പായ. കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, അങ്ങനത്തെ ഒരു പായാണ്. ഇപ്പൊ മടക്കല്ല, ഇങ്ങനെ ചുരുട്ടിയാണ് വെക്കാൻ. നമ്മുടെ കഥാനായക എന്ന് വെച്ചാൽ കാണാതായ നമ്മുടെ കുട്ടി അമ്മേനെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി ആ പായയുടെ ഉള്ളിൽ ഒളിച്ചിരിക്കുക. അമ്മ വിളിക്കുന്നൊക്കെ പുള്ളിക്കാരി കേൾക്കുന്നുണ്ട്. പക്ഷെ അമ്മ വന്ന് കണ്ടുപിടിക്കട്ടെ എന്നുള്ള ആ മൈൻഡിൽ പുള്ളിക്കാരി അവിടെ ഇരുന്നു. എന്നുവെച്ചാ ആ കുട്ടി പായയുടെ ഉള്ളിൽ ചുരുന്നിട്ട് ആ പായ തലമാരുടെ സൈഡിൽ തന്നെയാ. പെട്ടെന്ന് നോക്കുമ്പോ കാണില്ല, കുഞ്ഞു കുട്ടിയല്ലേ. എന്നിട്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ട് ചൂടെടുത്തപ്പോ പുള്ളിക്കാരി എന്നെ പുറത്തേക്ക് ഇറങ്ങി വന്നു. ആർക്കും അപ്പോഴാണ് ശ്വാസം ഒന്ന് മര്യാദയ്ക്ക് വീണത്. കുളത്തിൽ വരെ അന്വേഷിക്കാനായിട്ട് ആൾക്കാർ ഇറങ്ങാൻ നിൽക്കായിരുന്നു കേട്ടോ. അപ്പോഴാണ് പുള്ളിക്കാരുടെ വരവ്. കുട്ടീനെ കണ്ട പക്ഷെ അമ്മ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കറിയാ ചെയ്തത്. കുട്ടീനെ ചീത്ത പറയുകയോ അങ്ങനെയൊന്നും അല്ലാട്ടോ ചെയ്തത്. വേറൊന്നുമില്ല, അമ്മ അത്രയും പേടിച്ചു. മോൾക്ക് എന്തോ പറ്റിയെന്നാണ് വിചാരിച്ചത്. എന്നിട്ട് കുട്ടീനെ അടിക്കൊന്നും ചെയ്തില്ല, ഉപദേശിക്കുകയാണ് ചെയ്തത്. അങ്ങനെയൊന്നും ചെയ്യരുത് മോനെ, അമ്മയും അച്ഛനും ദൈവനൊക്കെ എത്ര പേടിച്ചു എന്ന് അറിയോ എന്നൊക്കെ പറഞ്ഞ് എല്ലാം മനസ്സിലാക്കി കൊടുത്തു. എന്നാൽ 4 വയസ്സുകാരുടെ തലയാതൊന്നും കയറിയില്ല. പിറ്റേ ദിവസം അവൾ ഇതേ പരിപാടി പിന്നെയും ചെയ്തു. വേറെ സ്ഥലത്ത് പോയി വിളിച്ചിരുന്നു. പക്ഷെ പിറ്റേ ദിവസം വിളിച്ചിരുന്നപ്പോൾ അമ്മയ്ക്ക് കാര്യം മനസ്സിലായി, ഇവളുടെ സ്ഥിരം പരിപാടിയാണ് ഇതെന്ന്. അതുകൊണ്ട് അമ്മ പേടിച്ചില്ല. വൈദ വൈ ആ കഥാനായിക ആരാന്നറിയണ്ടേ? ഞാൻ. അമ്മയെ പേടിപ്പിച്ച് ഒളിപ്പിച്ചിരുന്ന കുട്ടി ഞാനാണ്.